മദർ ഓഫ് ഓൾ ഡീൽസ്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് നരേന്ദ്രമോദി വിളിച്ചത് ആരുമായിട്ടുള്ള കരാറിനെയാണ്? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമ്പൂർണ്ണമായിട്ട് ഒരു ഡിജിറ്റൽ സെൻസസ് നമ്മൾ നടപ്പിലാക്കുന്നത്. ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എടാ യുദ്ധം അങ്ങ് ഇറാനില്ലേ, നമുക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പൊ എവിടെയാ? യുവാക്കളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെടും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ എന്ത് നേടുന്നത്? രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായി മാറുന്നു. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മന്ത്ലി വേസ് കറണ്ട് അഫയേഴ്സിലെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ കഴിഞ്ഞ മാർച്ച് മാസമാണ് നമ്മൾ അടിച്ച് പൊളിച്ച് സെറ്റാക്കി എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ ജാനുവരിയും ഫെബ്രുവരിയും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ മന്ത്ലി സി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് ആ 4 വീഡിയോസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് പാർട്ടായിട്ട് 4 വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, അതൊന്ന് കാണാത്തവർ കണ്ടിട്ട് വരിക. അതുപോലെ മാർച്ച് മാസവും ആദ്യമേ തന്നെ പറയട്ടെ, 2 സെഗ്മെന്റ് ആയിട്ടായിരിക്കും, 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആദ്യാവസാനം വരെ കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഇനി അതിന്റെ നോട്ട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോൾ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ടെലഗ്രാം ചാനലായിരിക്കും. അതിനകത്ത് എന്ത് ചെയ്യുക, ജോയിൻ ആകാത്തവർ ജോയിൻ ചെയ്യുക. ഇനി ഒരു വട്ടം കൂടെ നമ്മൾ എപ്പോഴും അങ്ങനെ പറയാറില്ല, ഇപ്പോൾ പറയുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ആകാത്തവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെഷനിലേക്ക് നമുക്ക് പോകാം. ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാർച്ച് 2026 എൻ്റെ ആദ്യ ചോദ്യം ഇതാണ്. 2027 നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്തൊക്കെ എന്നാണ് ചോദ്യം. ഭാഗ്യചിഹ്നം അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ മസ്കോട്ട് എന്ന് വിളിക്കും അല്ലേ. അതായത് 2027 അടുത്ത കൊല്ലം നടത്താനിരിക്കുന്ന ചരിത്രത്തിലെ തന്നെ ആദ്യ സെൻസസ്. എന്ത് സെൻസസാ? ഡിജിറ്റൽ സെൻസസ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമ്പൂർണ്ണമായിട്ട് ഒരു ഡിജിറ്റൽ സെൻസസ് നമ്മൾ നടപ്പിലാക്കുന്നത്. ആ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യചിഹ്നം നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ എന്ത് ചെയ്യുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. എന്തൊക്കെയാണ് ആ ഭാഗ്യചിഹ്നങ്ങൾ എന്ന് വെച്ചാൽ പറഞ്ഞത് പ്രഗതി ആൻഡ് വികാസ് ആണ്. പ്രഗതിയും വികാസ്, നമുക്ക് അതിന്റെ ചിത്രം കാണാം. പ്രഗതി ആൻഡ് വികാസ് എന്ന് പറയപ്പെടുന്ന 2 എണ്ണമാണ്. 2 ഇലക്ഷൻ കമ്മീഷനെ പോലെ ഇരിക്കുന്ന 2 ആ ഒരു കാരിക്കേച്ചർ രൂപമാണ് ഇതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അമിത്ഷായാണത് അൺവീൽ ചെയ്യുന്നത്, അമിത്ഷായാണത്. കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ആരാ അമിത്ഷാ? കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി. ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രിയാണ് അമിത്ഷാ. ഇന്ത്യയിലെ തന്നെ ആദ്യ സഹകരണ വകുപ്പ് മന്ത്രി. ഇന്ത്യയിലെ തന്നെ ആദ്യ സഹകരണ വകുപ്പ് മന്ത്രിയാണ് അമിത്ഷാ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര മന്ത്രി പദത്തിലിരുന്ന വ്യക്തി എന്ന റെക്കോർഡും ആരുടെ പേരിലാണ്? അമിത്ഷായുടെ പേരിലാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന വ്യക്തി എന്ന റെക്കോർഡും ആരുടെ പേരിലാണ്? ഈ നമ്മുടെ സ്വന്തം അമിത്ഷായുടെ പേരിലാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ പ്രഗതി ആൻഡ് വികാസ് ഓക്കെയാണ്. അടുത്തതിലേക്ക് വരുന്നു. ഇത് ഒരു പരിപാടിയാണ്, ഒരു പരിശീലന പരിപാടിയാണ്. അതിന്റെ പേര് യുവ വിജ്ഞാനി കാര്യക്രം എന്നാണ്, അഥവാ യുവിക എന്നാണ്. എന്താണ് ഈ പറയപ്പെടുന്ന യുവ വിജ്ഞാനി കാര്യക്രം? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ആവിഷ്കരിച്ച പ്രത്യേക ശാസ്ത്ര പരിശീലന പരിപാടിയാണ് യുവ വിജ്ഞാനി കാര്യക്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ISRO ആവിഷ്കരിച്ച പ്രത്യേക ഒരു ശാസ്ത്ര പരിശീലന പരിപാടിയാണ് യുവ വിജ്ഞാനി കാര്യക്രം അഥവാ യുവിക എന്നറിയപ്പെടുന്നത്. ഇനി വീണ്ടും സയൻസ് ആൻഡ് ടെക്കുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ്. നക്ഷത്ര നിരീക്ഷണത്തിന് വേണ്ടി, നമ്മുടെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത് എവിടെ എന്നാണ് ചോദ്യം. തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ്. അപ്പൊ തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ് ഈ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി, ദക്ഷിണ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ
ഡാർക്ക് സ്കൈ പാർക്ക് ആരംഭിച്ചത്? ഡാർക്ക് സ്കൈ പാർക്ക് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്ന കാര്യം ഓർക്കുക. തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു നമ്മൾ. രഞ്ജി ട്രോഫി സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ്. രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റ് അഥവാ ആഭ്യന്തര ക്രിക്കറ്റ് ആണ് ഈ പറയപ്പെടുന്ന ഇന്ത്യക്കകത്ത് നടക്കുന്ന സംസ്ഥാനങ്ങളുള്ളിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ഈ പറയുന്ന രഞ്ജി ട്രോഫി എന്ന് വിളിക്കുക. ആ രഞ്ജി ട്രോഫി വർഷാവർഷം നടത്താറുണ്ട്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായി മാറുന്ന ജമ്മു കാശ്മീർ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ എന്ത് നേടുന്നത്? രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായി മാറുന്നത്. ഇതാദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫിയിൽ മുത്തമിടുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ എന്റെ ചോദ്യം വരുന്നത്, ആരെയാണ് പരാജയപ്പെടുത്തിയത്? റണ്ണറപ്പ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് കർണാടകമാണ്. അപ്പൊ റണ്ണറപ്പ് ആയ ടീം ഏതാണ്? കർണാടകയാണ്. കർണാടകയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യമായിട്ട് ജമ്മു കാശ്മീർ അവരുടെ രഞ്ജി ട്രോഫി കിരീടം കരസ്ഥമാക്കുന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വയനാട് ദുരന്തബാധിതർക്ക് സർക്കാർ എന്ത് ചെയ്തു? ആദ്യഘട്ടത്തിൽ വീട് പ്രഖ്യാപിച്ചിരിക്കുന്നു, അത് കൊടുത്തിരിക്കുന്നു. വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഈ പറഞ്ഞ മാതൃകാ ടൗൺഷിപ്പ്. നമ്മൾ കണ്ടതാണ്, നിറകണ്ണുകളുമായി ആ വീട് കൈപ്പറ്റുന്നത് നമ്മുടെ ആരുടെ മുന്നിൽ? റവന്യൂ മന്ത്രിയായിരുന്ന രാജന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കൈകളിൽ നിന്ന് അവരുടെ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങുന്ന ദൃശ്യം വളരെ വികാരഭരിതമായിരുന്നു. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നമുക്കറിയാം അല്ലേ? ഒരു നാടാകെ ഒലിച്ചുപോയ ആ ദുരന്തത്തിൽ സർക്കാരും പൊതുജനങ്ങളും എല്ലാവരും ഒരേപോലെ താങ്ങും തണലുമായി നിൽക്കുന്നു. അങ്ങനെ നിന്നതിന്റെ ഭാഗമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിൽ കൈകോർക്കുന്നു. അങ്ങനെ ആദ്യ മാതൃകാ ടൗൺഷിപ്പ് വയനാട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മാതൃകാ ടൗൺഷിപ്പ് എന്നതിനേക്കാൾ ഉപരി അതിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? ജനങ്ങളുടെ കൂട്ടായ്മയുടെ വിജയം, ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഒരുപാട് പേര് അവരുടെ കഴിയുന്ന രൂപ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിക്കുകയും ഒരുപാട് പേര് വയനാടിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് 1ാം ഘട്ട ഉദ്ഘാടനം നടക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ സഞ്ജുവിനെ പറ്റിയിട്ടുള്ളൊരു പോയിന്റ് ആണ്. നമ്മൾ 2020 വേൾഡ് കപ്പ് നടന്ന് 2ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തു? വീഡിയോ അപ്ലോഡ് ചെയ്തു. അത് കാണാത്തവർ പോയി കാണുക. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. T20 വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് നമ്മളെ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് സ്പോർട്സിനകത്ത് കിടപ്പുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക? അത് പോയി കണ്ടിട്ട് വരിക. അപ്പൊ 2020 ലോകകപ്പിൽ റൺ ചേസിങ്ങിൽ ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ആരുടെ പേരില? സഞ്ജുവിന്റെ പേരില. റൺ ചേസിംഗ് എന്ന് പറഞ്ഞാൽ സംഭവം വേറെ ഒന്നുമല്ലടാ. ഇപ്പം 2 ടീമാണല്ലോ കളിക്കുക. അപ്പൊ ആദ്യം ഒരു ടീം ബാറ്റ് ചെയ്യുന്നു. ഒരു നിശ്ചിത ഓവറിൽ 20 ഓവറിൽ ഒരു ഫോർ എക്സാമ്പിൾ 200 റൺ അടിച്ചു എന്ന് കരുതുക. മറുപടി ബാറ്റിങ്ങിന് ഇന്ത്യ വരും. അതാണ് ചേസിങ്. നമ്മൾ ആ സ്കോറിനെ, ആ ടീം അടിച്ച സ്കോറിനെ നമ്മൾ പിന്തുടരുകയാണ്. അങ്ങനെ ചേസിങ്ങിൽ ഇതുവരെ ഇന്ത്യയുടെ റെക്കോർഡ് 2020 ലോകകപ്പിന്റെ ചേസിങ്ങിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് വിരാട് കോഹ്ലിയുടെ പേരിലായിരുന്നു. ചേസിംഗ് മാസ്റ്റർ എന്നാണല്ലോ വിരാട് കോഹ്ലി അറിയപ്പെടുന്നത്. വിരാട് കോഹ്ലിയുടെ പേരിലായിരുന്നു ആ റെക്കോർഡ്. വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് ആര് ബ്രേക്ക് ചെയ്തു? സഞ്ജു ബ്രേക്ക് ചെയ്യുന്നു. ആർക്കെതിരെ? നമ്മൾ കണ്ടതാണല്ലേ, വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 നോട്ട് ഔട്ട്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ആ മാച്ചിൽ നമ്മുടെ സഞ്ജു സാംസൺ 97 നോട്ട് ഔട്ട് ആണ്. 97 റൺസ് നേടിക്കൊണ്ട് ഒരറ്റത്ത് സഞ്ജു ഉണ്ടായിരുന്നു. സഞ്ജു ആണ് ആ വിന്നിങ് ഷോട്ട് അടിക്കുന്നത്. ക്രൂഷ്യൽ ആയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനോട് ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമിയിലേക്ക് പോകാൻ പറ്റൂ. ഒരറ്റത്ത് വിക്കറ്റ് വീണുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സഞ്ജു എന്ത് ചെയ്യുകയാണ്? ഒരറ്റത്ത് പിടിച്ച് നിന്ന് കത്തിക്കേറി 50 പന്തുകളാണെന്നാണ് എൻ്റെ ഓർമ്മ. 97 റൺസുകൾ നമ്മുടെ സഞ്ജു അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ്, വിരാട് കോഹ്ലി വെച്ചിരുന്ന റെക്കോർഡാണ് ആര് ബ്രേക്ക് ചെയ്യുന്നത്? നമ്മുടെ സഞ്ജു എന്ത് ചെയ്യുന്നടാ? ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ 2020 ലോകകപ്പിൽ റൺ ചേസിംഗിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു വി സാംസൺ. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. അടുത്തതൊരു സ്കീമാണ്, ഒരു പദ്ധതിയാണ്. കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത് എന്നാണ് ചോദ്യം. കേര എന്നാണ് പദ്ധതിയുടെ പേര്. കേര, അത് ഫുൾ നെയിം ചോദിക്കത്തില്ല, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം പറയാം. കേരള ക്ലൈമറ്റ് റീസൈലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ട് എന്നാണ്. അപ്പൊ കേരളത്തിലെ കാർഷിക മേഖലയെ
കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര അഥവാ കേരള ക്ലൈമറ്റ് റീസൈലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇനി രാജസ്ഥാനിലെ ഒരു മൗണ്ട് അബു, രാജസ്ഥാനിലെ മൗണ്ട് അബു എന്ന് പറയപ്പെടുന്ന പർവ്വതത്തിനെ റീനെയിം ചെയ്യുന്നു. എന്താണ്? അബുരാജ്. ബാബുരാജ് അല്ല, അബുരാജ് എന്നാണ് പേര് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് കിട്ടും നമുക്ക് മൗണ്ട് അബു എവിടെയാണ്. അപ്പോൾ അടുത്തിടെ അബുരാജ് എന്ന് റീനെയിം ചെയ്ത നമ്മുടെ മൗണ്ട് അബു ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ഈ പറയപ്പെടുന്ന രാജസ്ഥാനിലാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റ്, ഒരു രാജിയുടെ വാർത്തയാണ് പറയാൻ പോകുന്നത്. മലയാളി കൂടിയായ ഒരു ഗവർണർ CV ആനന്ദ ബോസ് ഇല്ലേ, വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ ആയിരുന്നു അദ്ദേഹം, CV ആനന്ദ ബോസ്. ആ CV ആനന്ദ ബോസ് വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ സ്ഥാനം രാജിവെക്കുന്നു. അങ്ങനെ രാജിവെച്ച് ഒഴിയുന്നു. അപ്പോൾ അടുത്തിടെ വെസ്റ്റ് ബംഗാളിന്റെ ഗവർണർ സ്ഥാനം രാജിവെച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ പറഞ്ഞ ആരാണ്? CV ആനന്ദ ബോസ്. CV ആനന്ദ ബോസ് ആണ്, സിവിൽ സർവീസുകാരനാണ് CV ആനന്ദ ബോസ്. അങ്ങനെ വെസ്റ്റ് ബംഗാളിന്റെ പുതിയ ഗവർണറായിട്ട് RN രവി ചുമതലയേറ്റെടുക്കുന്നു. പുതിയ വെസ്റ്റ് ബംഗാൾ ഗവർണർ ആരാണ്? RN രവിയാണ്. അങ്ങനെയെങ്കിൽ വെസ്റ്റ് ബംഗാളിന്റെ CM മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം, ദീദി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മമതാ ബാനർജി അല്ലേ. മമതാ ബാനർജിയാണ് ഈ പറയപ്പെടുന്ന പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി. മമതാ ബാനർജിയാണെന്ന കാര്യം ഓർക്കുക. കണ്ടോ, ആ ചിത്രം അവിടെ കാണാം. വെസ്റ്റ് ബംഗാൾ ഗവർണർ ബോസ് റിസൈൻസ്, RN രവി അപ്പോയിന്റഡ്. ഇദ്ദേഹമാണ് RN രവി. ഇതാണ് നമ്മുടെ ബോസ്. ഓക്കെ, നമ്മുടെ CV ആനന്ദ ബോസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അടുത്ത പോയിന്റ്, നമ്മൾ ഇറാൻ വാർ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കാണ്. ഇറാൻ വാർ നടന്ന് അയത്തുള്ള അലി ഖമനിയെ കൊല ചെയ്തതിൻ്റെ അന്ന് വൈകിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇറാൻ വാർ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ഇറാൻ വാർ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തൊരു എന്ത് ചെയ്യുക, അത് കണ്ടാൽ അതിൻ്റെ ഒരു വ്യക്തത കിട്ടും. ഇറാൻ വാറിൻ്റെ ഒരു വ്യക്തത കിട്ടും. 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇറാൻ ക്രൈസിസും ഇറാൻ വാറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു എന്ത് ചെയ്യുക, പൊളിറ്റിയിൽ കിടപ്പുണ്ട്, പോയി കാണുക. ഇനി ഇവിടെ നോക്കിയേ, ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയെ കൊല ചെയ്യാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും ഓപ്പറേഷൻ നടത്തി. അതിനകത്ത് അമേരിക്ക നടത്തിയ, ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയെ വധിച്ച അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണ ദൗത്യം. അവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എപ്പിക് ഫ്യൂരി എന്ന് പറയുന്നത് അമേരിക്ക നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് എപ്പിക് ഫ്യൂരി. ഇനി ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നാണ്, ഗർജിക്കുന്ന സിംഹം. അപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനിയെ വധിക്കാൻ വേണ്ടി അമേരിക്ക നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്നും ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നുമാണ്. ഇനി തിരിച്ചടിക്കുന്നു, ഇറാൻ തിരിച്ചടിച്ചു അല്ലേ. ഇറാൻ ഇസ്രായേലിനും അമേരിക്കെതിരെ തിരിച്ചടിച്ചു. ആ ഓപ്പറേഷൻ അവർ നൽകിയ പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്നാണ്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്നാണ്, ശപഥമാണ്, ട്രൂ പ്രോമിസ്. അവർ പറഞ്ഞു പ്രഖ്യാതം വലുതായിരിക്കും എന്ന് പറഞ്ഞു. ആർക്കറിയാമല്ലോ, ഹോർമൂസ് കടലിടുക്കടക്കം അടച്ചിട്ടാണ് അവരതിൻ്റെ നടപടിക്രമങ്ങൾ. നമ്മൾ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എടാ യുദ്ധം അങ്ങ് ഇറാനില്ലേ, നമുക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ എവിടെയാ? കാരണം നമ്മുടെ അടുക്കളയിൽ വരെ ആ ഇറാന്റെ ആ ഒരു വാർ എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നതെന്ന് ചോദിച്ച കുറേ ആൾക്കാരുണ്ട്. അവരിപ്പോൾ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് യുദ്ധം ഇറാനിലാണ്, പക്ഷേ നമ്മുടെ അടുക്കളയിൽ പോലും ഈ പറയുന്ന യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ശരിയല്ലേ? ഗ്യാസ് കിട്ടാനുണ്ടോ? പുറത്ത് ഫുഡ്, ഇപ്പം നിങ്ങൾ ഹോട്ടലുകൾ, എത്ര ഹോട്ടലുകളാണ് പൂട്ടിപ്പോയത് ഈ ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ. ഹോർമൂസ് കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം കൊണ്ട് ഇന്ത്യയിൽ വിഷയം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ സാധാരണ മലയാളിക്ക് ഈ വിഷയം ഉണ്ടായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ശ്രീനിവാസൻ പണ്ട് നമ്മുടെ സന്ദേശം സിനിമയിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അപ്പം ജയറാം ചോദിക്കും, എടാ അന്താരാഷ്ട്ര കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എന്ത് ഇവിടെ നിൽക്ക്, എന്തിനാ അമേരിക്കയിലും അങ്ങോട്ടൊക്കെ പോകുന്നത്? അപ്പോൾ ശ്രീനിവാസൻ പറയുന്നൊരു കൗണ്ടർ ചെയ്ത് പറയുന്ന ഡയലോഗ് ഉണ്ട്, മനുഷ്യന്റെ പ്രശ്നം എല്ലായിടത്തും ഒരുപോലെയാണടാ എന്ന് പറയുന്നൊരു സീനുണ്ട്. ഈ ഇറാൻ വാർ നടന്നപ്പോൾ ഗ്യാസ് കിട്ടാതില്ലാതായപ്പോൾ ഈ ഏറ്റവും കൂടുതൽ വൈറലായൊരു വീഡിയോ ആണ് നമ്മുടെ ശ്രീനിവാസന്റെ സന്ദേശത്തിൽ ആ ഒരു ഡയലോഗ് എന്ന കാര്യം എന്ത് ചെയ്യുക,
ഒന്ന് ഓർക്കുക. അപ്പോൾ പരമോന്നത അയത്തുള്ള അലി ഖമനയുടെ വധത്തിന് പിന്നാലെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആരംഭിച്ച പ്രത്യാക്രമണമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന കാര്യം ഓർക്കുക. ഇനി 2026 മാർച്ച് മാസം ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമനയെ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അധികാരത്തിലേറുന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള മുജ്തബ ഖമനേയി ആണെന്ന കാര്യം ഓർക്കുക. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് കടലിടുക്കാണ് അടച്ചത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമൂസ് കടലിടുക്ക്. കാരണം ഈ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണ്. ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വലിയൊരു ശതമാനം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30% ഓഫ് ദ ടോട്ടൽ ട്രേഡ് നടക്കുന്നത് ഏത് വഴിയാ? ഈ ഹോർമൂസ് കടലിടുക്ക് വഴി. അടുത്തിടെ ഞാനൊരു പിക്ചർ കണ്ടു. ഹോർമൂസ് കടലിടുക്കിലൂടെ പോവാൻ വേണ്ടി അനുമതി കാത്തു നിൽക്കുന്ന ഷിപ്പുകൾ, 100ഓളം കപ്പലുകൾ അനുമതി കാത്ത് നിൽക്കുകയാണ്. ഇറാന്റെ അനുമതി വേണം. ഇറാൻ പറഞ്ഞത്, എൻ്റെ അനുമതി ഇല്ലാതെ പോകുന്ന കപ്പലുകളെ ഞങ്ങൾ ബോംബ് ബ്ലാസ്റ്റ് തകർക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇന്ത്യൻ കപ്പലുകൾക്ക് അനുമതി ലഭിച്ചു. ഇറാൻ പറഞ്ഞത്, ഞങ്ങളുമായി സഹകരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല, ഇന്ത്യ അറിയാലോ, ഇന്ത്യ ഒരു ടൈലാണ് നിൽക്കുന്നത്, അപ്പൊ ഇന്ത്യൻ കപ്പലുകൾക്ക് പ്രശ്നമില്ല. എന്നാൽ പോലും നമ്മളെ വലിയ തോതിൽ അത് ബാധിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം നമുക്ക്. നീതി ആയോഗിന്റെ കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ, ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് എവിടെ എന്നാണ് ചോദ്യം. അപ്പം നീതി ആയോഗിന്റെ കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ, ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് ത്രിപുരയിലാണ്. അപ്പോൾ നീതി ആയോഗിന്റെ കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ, ഇന്ത്യയിലെ തന്നെ ആദ്യ സ്റ്റേറ്റ് ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ എവിടെയാണ്? അത് ത്രിപുരയിലാണെന്ന കാര്യം ഓർക്കുക. ത്രിപുരയിലാണെന്ന കാര്യം അവിടെ ഓർക്കുക. നീതി ആയോഗിനെ പറ്റി പറയുമ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ആരായിരിക്കും? ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും അല്ലേ? നീതി ആയോഗിന്റെ ചെയർമാൻ എല്ലായ്പ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി. നിലവിൽ നരേന്ദ്രമോദി എന്നേ ഉള്ളൂ. നിലവിൽ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അത് സുമൻ കെ ബെരിയാണ്. സുമൻ കെ ബെരിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ, സുമൻ കെ ബെരി. നീതി ആയോഗിന്റെ CEO ഇതിനു മുൻപ് BVR സുബ്രഹ്മണ്യം ആയിരുന്നു. BVR സുബ്രഹ്മണ്യം അല്ലേ? BVR സുബ്രഹ്മണ്യം ആയിരുന്നു. അദ്ദേഹം മാറുന്നുണ്ട്. നിലവിൽ ഒരു അഡീഷണൽ ചാർജ് ആണ്. നിലവിൽ ഒരു ചിബ്ബർ അല്ലേ? നിധി ചിബ്ബർ. നീതി ആയോഗിന്റെ നിലവിലെ CEO ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് നിധി ചിബ്ബർ ആണ്. നിധി ചിബ്ബർ ആണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അപ്പോൾ നീതി ആയോഗിന്റെ നിലവിലെ CEO ആര് എന്ന് ചോദിച്ചപ്പോൾ അത് നിധി ചിബ്ബർ ആണെന്ന കാര്യം എന്ത് ചെയ്യാം? അവിടെ ഓർത്ത് വച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നീതി ആയോഗിന്റെ കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ, ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് ത്രിപുരയിലാണ്. അടുത്ത പോയിന്റ്, പേവിഷബാധ നിയന്ത്രണ വിധേയമാക്കിയതായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏത്? അടുത്തിടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് പേവിഷബാധ നിയന്ത്രണ വിധേയമാക്കിയതായി പ്രഖ്യാപിച്ചത്? നമ്മുടെ സ്വന്തം ഗോവയാണ് പേവിഷബാധ നിയന്ത്രണ വിധേയമാക്കിയതായി പ്രഖ്യാപിച്ചത്. അടുത്ത പോയിന്റ്, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? മേതിൽ രാധാകൃഷ്ണനാണ്. അപ്പൊ 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അർഹനാവുന്നത് മേതിൽ രാധാകൃഷ്ണൻ. എം മുകുന്ദന്റെ കയ്യിൽ നിന്നും മേതിൽ രാധാകൃഷ്ണൻ പുരസ്കാരം കൈമാറുന്ന മുകുന്ദൻ പുരസ്കാരം കൈമാറുന്ന ദൃശ്യമാണ് നിങ്ങളെ കാണുന്നത്. അവിടെ ശ്രേയാംസ് കുമാറിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാർച്ച് 18 കൊടുക്കുന്നത്. നമ്മുടെ മേതിൽ രാധാകൃഷ്ണൻ സമർപ്പിക്കുന്ന ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അടുത്ത പോയിന്റ്, ഇന്ത്യയുമായി $2.6 ബില്യൺ ദീർഘകാല യുറേനിയം വിതരണ കരാറിലും നിർണായക ധാതുക്കളുടെ കരാറിലും ഒപ്പുവെച്ച രാജ്യമേത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ഈ പറയപ്പെടുന്ന കാനഡയാണ്. ആരാണ്? കാനഡയാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇന്ത്യയുമായിട്ട് $2.6 ബില്യൺ ദീർഘകാല യുറേനിയം വിതരണ കരാറിലും നിർണായക ധാതുക്കളുടെ ക്രിട്ടിക്കൽ മിനറൽസിന്റെ കരാറിൽ ഒപ്പുവെച്ച രാജ്യമേത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ഈ പറയപ്പെടുന്ന കാനഡയാണ്. അങ്ങനെ എന്റെ ചോദ്യം വരുന്നു, കാനഡയുടെ നിലവിലെ പ്രധാനമന്ത്രി ആര്? നിലവിൽ കാനഡയുടെ പ്രധാനമന്ത്രി ആര് എന്നാണ് ചോദ്യം. ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ മാറുന്നു, പുതിയ ആൾ വരുന്നു, മാർക്ക് കാർണിയാണ് കേട്ടോ, മാർക്ക് കാർണി. അപ്പോ നിലവിൽ കാനഡയുടെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് മാർക്ക് കാർണിയാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത പോയിന്റ് വരുന്നു. ഇവിടെ ഒരു കരാറിനെ പറ്റി പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ കരാർ ഓർമ്മ വരുന്നു. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് നരേന്ദ്രമോദി വിളിച്ചത് ഏത്
ആരുമായിട്ടുള്ള കരാറിനെയാണ്? അപ്പൊ ആരുമായിട്ടുള്ള കരാറിനെയാണ് നരേന്ദ്രമോദി മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിച്ചത്? ഓർത്ത് നോക്കി, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിച്ചത് ആരുമായുള്ള കരാറിനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ആരുമായുള്ള കരാറിനെയാണ്? നമ്മുടെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറിനെയാണ് നരേന്ദ്രമോദി മദർ ഓഫ് ഓൾ ഡീൽ എന്ന് വിളിച്ചത്. അങ്ങനെയെങ്കിൽ ആ കരാറിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തൊരു പ്രഖ്യാപനം നടത്തി, നിങ്ങളുടെ നികുതി ഞാൻ കുറച്ചിരിക്കും. നമുക്കറിയാം ഇന്ത്യക്ക് മേൽ അഡീഷണൽ ചാർജ് ഇമ്പോസ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? 25% എന്ന ടാക്സ് അഡീഷണലി ഒരു 25% കൂടെ നമുക്ക് കയറ്റി വെച്ച് തന്നു. എന്തുകൊണ്ടാ? റഷ്യയുടെ കയ്യിൽ നമ്മൾ എണ്ണ മേടിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രംപ് നമ്മുടെ നികുതി കൂട്ടിയത്. ഇപ്പൊ എന്ത് ചെയ്തു? ഒറ്റ അടിക്ക് ആ നികുതി വെട്ടിച്ചുരുക്കി. എത്രയായിട്ടാണ് വെട്ടിച്ചുരുക്കിയത്? 18%. അപ്പൊ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇപ്പോൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ എത്രയാണ്? 18% ടാക്സ് ഉണ്ട്. 18% കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. കളക്റ്റീവായിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്ന്, സോഷ്യൽ മീഡിയ നിരോധനവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് കർണാടകയാണ്. കർണാടക 16 വയസ്സാക്കിയപ്പോൾ ആന്ധ്രാപ്രദേശ് അത് 13 വയസ്സാക്കി. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം നിരോധിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി ആന്ധ്രാപ്രദേശ് മാറി. അപ്പൊ 16 വയസ്സാണെങ്കിൽ കർണാടക, 16 വയസ്സാണെങ്കിൽ അത് കർണാടക, 13 വയസ്സാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശ്. ഓർക്കണേ. അപ്പോൾ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ്. അത് 13 വയസ്സാണെങ്കിൽ ആന്ധ്രാപ്രദേശ് ആണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് വേണ്ടി കുടുംബശ്രീ മാതൃകയിൽ ആരംഭിച്ച ഒരു സ്വയം സഹായക സംഘമുണ്ട്. ആ സ്വയം സഹായ സംഘം അറിയപ്പെടുന്ന പേരാണ് സുശക്തി. അപ്പോൾ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായിട്ട് കുടുംബശ്രീ മാതൃകയിൽ ആരംഭിച്ച സ്വയം സഹായക സംഘമാണ് സുശക്തി എന്ന് പറയുന്നത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. തരൺജിത് സിംഗ് സന്ധു ആണ്. അപ്പോൾ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണറായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് തരൺജിത് സിംഗ് സന്ധു. തരൺജിത് സിംഗ് സന്ധു എന്ന കാര്യം ഓർക്കുക. തരൺജിത് സിംഗ് സന്ധു എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. ഇന്റർനാഷണൽ വിമൻസ് ഡേ, അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാർച്ച് മാസം 8-ാം തീയതിയാണ് നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. മാർച്ച് മാസം 8-ാം തീയതി ഇന്റർനാഷണൽ വിമൻസ് ഡേ, അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്, തീം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. എല്ലാ വനിതകൾക്കും പെൺകുട്ടികൾക്കും റൈറ്റ്സ് അവകാശം, ദെൻ ജസ്റ്റിസ് നീതി, ദെൻ ആക്ഷൻ അഥവാ നടപടി എന്ന കാര്യം ഓർക്കുക. അപ്പൊ റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് എന്നാണ് 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടന്ന പദയാത്ര. ഈ കർത്തവ്യ പഥ് നമുക്കറിയാം, റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന വീതിയെ വിളിക്കുന്ന പേരാണ് കർത്തവ്യ പഥ്. ഇതിന്റെ പഴയ പേര് രാജ്പഥ് എന്നായിരുന്നു. ആ രാജ്പഥിനെയാണ് റീനെയിം ചെയ്ത് എന്താക്കി മാറ്റിയത്? കർത്തവ്യ പഥ് എന്ന് റീനെയിം ചെയ്യുന്നത്. അപ്പൊ രാജ്പഥിന്റെ പുതിയ പേര്, റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന ആ വീതിയെ വിളിക്കുന്ന പേരാണ് രാജ്പഥ്. രാജ്പഥിന്റെ പുതിയ പേരാണ് കർത്തവ്യ പഥ് എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. ആ കർത്തവ്യ പഥിൽ നടന്ന പദയാത്ര അറിയപ്പെടുന്നത് ശക്തി വോക്ക് എന്നാണ്. ശക്തി വോക്ക് എന്നാണ് അറിയപ്പെടുക. ശക്തി വോക്ക് എന്നാണ് അറിയപ്പെടുക. കണ്ടോ, അവൻ്റെ ഒരു ചിത്രമാണ് നിങ്ങളെ കാണുന്നത്. ശക്തി വോക്കിന്റെ കുറച്ച് വനിതകൾ, അവിടെ ഡൽഹി മുഖ്യമന്ത്രി അടക്കമുണ്ട്, അവരെ കണി നിൽക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങളെ കാണുന്നത്. അടുത്ത പോയിന്റ്, അടുത്തത് സ്ത്രീയുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിർഭയ. ദിശയല്ലടാ, നിശയാണ്. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, അക്ഷരപ്പിശാച്, സോറി. അപ്പോ നിർഭയ ദിശയല്ല, നിശ. നിശ മീൻസ് രാത്രി എന്നാണ്. നിർഭയ നിശ. അപ്പൊ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസ് ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് നിർഭയ നിശ. ഇനി പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ മീൻസ് ആദിവാസി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടത്. ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഛത്തീസ്ഗഡ് ആണ്.
അപ്പൊ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ഛത്തീസ്ഗഡ് ആണ്. അത് ഛത്തീസ്ഗഡ് ആണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഓൾറെഡി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉണ്ട്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ ഖേലോ ഇന്ത്യ വാട്ടർ ഗെയിംസ് ഉണ്ട്. ഇത് അതിനോടൊപ്പം തന്നെ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി ഛത്തീസ്ഗഡ് ആണ്. 2026 നേപ്പാൾ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടി സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. സർക്കാർ രൂപീകരിച്ച പാർട്ടി ഏത്? രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി. നമുക്കറിയാം നേപ്പാളിനെ പറ്റി പറയുമ്പോൾ 2025 സെപ്റ്റംബർ മാസമാണ് ജൻസി കലാപം ആളിക്കത്തിയ സ്ഥലമാണ് നമ്മുടെ നേപ്പാൾ അല്ലേ? ആ ജൻസി കലാപം ആളിക്കത്തിയതിനെ തുടർന്ന് നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായിരുന്ന കെ പി ശർമ്മ ഒലിക്ക് രാജ്യത്തിൽ നിന്നും എന്ത് ചെയ്യേണ്ടി വന്നു? പലായനം ചെയ്യപ്പെടേണ്ടി വന്നു. അതാണ് യുവാക്കളുടെ ആ ഒരു ശക്തി എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി യുവാക്കളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെടുന്നു. 3-4 ദിവസം നീണ്ടുന്ന ആ ജൻസി കലാപത്തെ തുടർന്ന് അവിടുത്തെ ഭരണം തന്നെ മാറുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹം പലായനം ചെയ്യുന്നു. പല ആൾക്കാരും അവിടെ ജൻസി വലിയ രീതിയിൽ കത്തിച്ചു അല്ലേ? 2025 സെപ്റ്റംബർ മാസമാണ് നേപ്പാളിൽ ജൻസി കലാപം. ചോദിക്കാം, ജൻസി കലാപം ആളിക്കത്തിയ ലോകരാജ്യം ഏത്? നേപ്പാളാണ്. ഇനി അങ്ങനെ കെ പി ശർമ്മ ഒലി പോയതിനെ തുടർന്ന് ഒരു ഇന്ററിം സർക്കാർ അവിടെ വരുന്നു, ഒരു ഇടക്കാല സർക്കാർ വരുന്നു. ആ ഇടക്കാല സർക്കാരിനെ നയിച്ചത് അതിന്റെ പ്രധാനമന്ത്രി ഒരു വനിതയാണ്. നേപ്പാളിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സുശീല കാർക്കിയായിരുന്നു നേപ്പാളിന്റെ ആ ഒരു പ്രധാനമന്ത്രി ഇന്ററിം ഗവൺമെന്റിനെ നയിച്ചത്. അവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും. അങ്ങനെ നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ബാലേന്ദ്ര ഷാ അധികാരം ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി. അപ്പൊ ബാലേന്ദ്ര ഷായാണ് പുതിയ നേപ്പാളിന്റെ പ്രധാനമന്ത്രി. ഇതാണ് നമ്മുടെ സുശീല കാർക്കി, ഇതാണ് ബാലേന്ദ്ര ഷാ എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. ബാലേന്ദ്ര ഷാ സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഇന്ത്യയിൽ വായു മലിനീകരണം കൂടിയ നഗരമേത് എന്നാണ് ചോദ്യം. ഗാസിയാബാദ് വിച്ച് ഈസ് ഇൻ ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ആണ് ഇന്ത്യയിൽ വായു മലിനീകരണം കൂടിയ നഗരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. പ്രേം നസീർ സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം. അപ്പൊ പ്രേം നസീറിന്റെ പേരിലുള്ള സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് ചിറയൻകീഴാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിലാണ് പ്രേം നസീറിന്റെ പേരുള്ള സ്മാരക സാംസ്കാരിക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിലാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് വി പി സാനുവാണ്. ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിക്കപ്പെടുന്നത് വി പി സാനു. അടുത്ത ചോദ്യം വരുന്നു. വനിതാ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കുന്നുണ്ട്. ആ ആപ്ലിക്കേഷന്റെ പേരാണ് ഷൈൻ. അപ്പോൾ ഷൈൻ എന്നാണ് ആപ്ലിക്കേഷൻ വിളിച്ച പേര്. എന്താ ഷൈൻ്റെ ഫുൾ ഫോം? സെക്ഷുവൽ ഹറാസ്മെന്റ് ഇൻസിഡന്റ് നോട്ടിഫിക്കേഷൻ ഫോർ എംപവർമെന്റ്. അപ്പോൾ വനിതാ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറങ്ങുന്നുണ്ട്. ആ ആപ്ലിക്കേഷന്റെ പേരാണ് ഷൈൻ എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. അടുത്ത പോയിന്റ് നമ്മൾ ഏവരെയും വളരെ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു സംഭവമാണ് ദയാവധം. ഇന്ത്യ മഹാരാജ്യത്ത് ദയാവധം അംഗീകരിക്കപ്പെട്ട ശേഷം ആദ്യമായിട്ടൊരു വ്യക്തി ദയാവധത്തിന് അല്ലെങ്കിൽ ദയാവധം നടപ്പിലാക്കിയിരിക്കുന്നു. ആ വ്യക്തിയുടെ പേരാണ് ഹരീഷ് റാണ. ഈ ഹരീഷ് റാണ എന്ന് പറയുന്ന വ്യക്തി 2013 ഇദ്ദേഹത്തിന്റെ ആക്സിഡന്റ് പറ്റുകയും ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം വീഴുകയും അതിനെ തുടർന്ന് കഴിഞ്ഞ 13 വർഷമായി ആ മനുഷ്യൻ കോമയിലാണ്. 13 വർഷമായിട്ട് കോമ സ്റ്റേജ് കിടക്കുകയാണ്. ഒടുവിൽ രാജ്യം അദ്ദേഹത്തിന് ദയാവധം അനുവദിച്ചിരിക്കുന്നു. അപ്പൊ രാജ്യത്ത് ദയാവധം നിയമവിധേയമാക്കിയതിനു ശേഷം അനുമതി ലഭിച്ച ആദ്യ വ്യക്തിയാണ് ഹരീഷ് റാണ. റിമെമ്പർ ദ നെയിം ഹരീഷ് റാണ. ഓർത്തു വച്ചേക്കണം ഹരീഷ് റാണ ഡൈസ് ഫ്രം പാസീവ് യുത്തനേഷ്യ അഥവാ ദയാവധം. പാസീവ് യുത്തനേഷ്യ അഥവാ ദയാവധം എന്ന കാര്യം ഓർക്കുക. കണ്ടോ? യെസ്. അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ഓഫ് ദിസ് ഈ സെഷനിലെ അവസാനത്തെ പോയിന്റ് ആണിത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് വേണ്ടി അഡിഡാസ് ഒരുക്കിയ ഒഫീഷ്യൽ മാച്ച് ബോൾ. നമുക്കറിയാം
2026 നമ്മുടെ ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. ആ ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത് 3 സ്ഥലങ്ങളാണ് നടക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ ആൻഡ് കാനഡ. അമേരിക്കയിലും മെക്സിക്കോയിലും അതുപോലെ തന്നെ കാനഡയിലുമായിട്ടാണ് അതുപോലെ തന്നെ കാനഡയിലും വെച്ചിട്ടാണ് 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. അതിൻ്റെ ഔദ്യോഗിക പന്ത് അഡിഡാസ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൻ്റെ പേരാണ് ട്രയോണ്ട എന്നാണ്. ട്രയോണ്ട കണ്ടോ, ഇവിടെ കാണാം ട്രയോണ്ട എന്നാണ് ആ പന്തിനെ വിളിച്ച പേര്. ട്രയോണ്ട, അഡിഡാസ് ട്രയോണ്ട എന്നാണ്. ഒഫീഷ്യൽ മാച്ച് ബോൾ ട്രയോണ്ട എന്നാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഒരു 25 സ്ലൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 25 × ഒരു സ്ലൈഡിൽ 2 പോയിന്റ് വെച്ച് നോക്കിയാൽ 50 പോയിന്റ്, 50 അല്ല 50 മുകളിൽ 50+ പോയിന്റ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ, വാരിക്കോരി ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. വീണ്ടും പറയുന്നു, നോട്ട്സിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു അടിപൊളി ക്ലാസ്സുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.